വിശിഷ്ടാതിഥികളൊക്കെ വരുമ്പോൾ നേരത്തെ നമ്മൾ പണി തുടങ്ങും. അവർ വരുമ്പോൾ പരിസരങ്ങളൊക്കെ വൃത്തിയാവണം. കാട് മൂടി കിടക്കുന്ന ഇഴങ്ങളും അതുപോലെ ചതുപ്പ് പ്രദേശങ്ങളൊക്കെ നമ്മൾ മണ്ണിട്ട് മൂടി അതൊക്കെ വൃത്തിയായി ഈ ആളുകളെ സ്വീകരിക്കാൻ മാത്രം ഒരു നാട് ഒരുങ്ങും. ഉദാഹരണത്തിന് ഒരു പ്രധാനമന്ത്രി വരികയാണ്, മറ്റുള്ള ആളുകൾ വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊക്കെ പല ഭാഗങ്ങളും നിരത്തിയവർ, ചേരി പ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റാത്ത ഇടങ്ങളൊക്കെ വലിയ കർട്ടനുകൾ വെച്ചുകൊണ്ട് അവർ മറച്ചു. കാരണം അത് കാണരുതേ എന്ന് മനസ്സിലാക്കി. മലീമസമായി ഗ്രാമപ്രദേശങ്ങൾ ഇവരൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ജാള്യത അറക്കാൻ മറകൾ കെട്ടിയിട്ട് സുരക്ഷിതത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം അത് വൃത്തിഹീനമായി കൊണ്ട് കിടക്കുന്നത് ഈ വരുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് ഈ വരുന്ന ആളുകൾ അത് കാണിക്കില്ല എന്നതുപോലെ വിശുദ്ധമായ റമദാൻ വരുമ്പോൾ നമ്മൾ എവിടെയാണ് വൃത്തിയാക്കേണ്ടത്? നമ്മുടെ മനസ്സുകളിലേക്ക്, കൽബുകളിലേക്കാണ് ഈ വിമലീകരണം എന്ന് പറയുന്നത്. മലിനീകരണം പൂർണ്ണമായി സ്ഫുടം ചെയ്യപ്പെട്ട കൽബാക്കി മാറ്റുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് റമദാനിന്റെ വെളിച്ചം പകരുന്നത്. അത് പകരുന്ന ഇടം നമ്മുടെ കൽബാകുമ്പോൾ ആ കൽബ് സ്ഫുടം ചെയ്യണം. അവിടേക്കാണ് ഈ വെളിച്ചം വരുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകളൊക്കെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്നത്. മഹാന്മാരായ ആളുകൾ പറഞ്ഞില്ല, ഹൃദയം സ്ഫുടം ചെയ്യാൻ എന്ന തെറ്റുകൾ മണലുകൾക്ക് എണ്ണ സമാനമാണ്. നമ്മുടെ ബീച്ചുകളിലൊക്കെ പോയാൽ നമ്മൾ കാണുന്ന മണൽത്തരികളുണ്ട്, എത്രയോ മണൽത്തരികളാണ്. റമ്മലുകളെ പോലെ, മണലുകളെ പോലെ പാരാപാരം പറന്നു കിടക്കുന്ന മണലാരണ്യങ്ങളിലുള്ള മണൽത്തരികൾക്ക് കണക്കനുസരിച്ചുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു എനിക്ക് തൗബ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല എന്റെ വയസ്സിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എൻ്റെ വയസ്സുകൾ ചുരുങ്ങുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ഒരുമിച്ച് ഓടിയപ്പോൾ നമുക്ക് ഒരാഴ്ചയുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു പോയി, നമ്മുടെ ഡേറ്റിൽ നിന്ന് ഒരാഴ്ചയാണ് കഴിഞ്ഞു പോയത്. തെറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതിയിലുള്ള മനസ്സിനെ സ്ഫുടം ചെയ്ത് ഒരു മാസത്തെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിന്റെ തുടക്കം ഈ വിശുദ്ധമായ വസന്തത്തിന്റെ, ഈ റജബിന്റെ വസന്തത്തിൽ നമ്മൾ അതിന് ഒരുങ്ങിയിരിക്കുകയാണ്. 2 മാസക്കാലമാണ് നീണ്ടു നിന്ന കാത്തു നിൽക്കുന്ന ഇടമാണ്. അതിന്റെ തുടക്കമാണ് റജബ് എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർളി മിൻഹാ അർബഅത്തുൻ ഹുറും. എല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ബറായിലെ തൗബയിലെ ആയത്താണ്. മാസങ്ങൾ 12 അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചെന്നും മുതൽക്ക് തന്നെ അള്ളാഹിന്റെ കിതാബിൽ അത് 12. പക്ഷെ 4 ഹുറുമുള്ള അർബഅത്തുൻ ഹുറും, പരിശുദ്ധമായ മാസങ്ങൾ 4 ഉണ്ട്. ആ 4 നിങ്ങൾ അതിൽ നിങ്ങളുടെ നഫ്സുകളോട് നിങ്ങൾ എന്ത് ആക്രമം കാണിക്കാൻ പാടില്ല. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറമാണത്. പിന്നെ റജബാണ് ആദ്യം. അത് തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്, 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള 4 വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരങ്ങളോട് ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ സലഫു സാലിഹ്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ അപ്പോൾ പറയും, അതിന് ഉത്തരവായി ഞാൻ ആ തെറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ദുരന്തം വരാനുള്ള കാരണം. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളോട് അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞിരുന്നു.
നമ്മളൊക്കെ നമ്മുടെ നഫ്സുകളോട് അക്രമണം കാണിച്ചു, നമ്മൾ തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന അക്രമണമാണ്. മഹാന്മാർ പറയും, അന്നീ ഖദ അദ്നബതു ദംബ അന്നീ ഖദ ഖസ്സർതു ഫീ ഹഖില്ലാഹ് ലലംതു അബദൻ മിൻ ഇബാദില്ലാഹ്. ഇങ്ങനെ എനിക്ക് ദുരന്തം വരാനുള്ള കാരണം ഞാനൊരു വലിയ തെറ്റ് ചെയ്യുന്നത് കാരണമാണ് എന്നുള്ള ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരിക. അന്നീ ഖദ ഖസ്സർതു ഫീ ഹഖില്ലാഹ്, ഞാൻ ഈ ദുരന്തം, ഈ പ്രയാസം എനിക്ക് വരാനുള്ള കാരണം അള്ളാഹുവിന്റെ ഒരു വലിയ സംഭവത്തെ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലലംതു അബദൻ മിൻ ഇബാദില്ലാഹി, അള്ളാഹിന്റെ അടിമയിൽപ്പെട്ട ഒരടിമയെ ഞാൻ ആക്രമണം അവരോട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ദുരന്തം വരാനുള്ള കാരണം. ആക്രമണം നാക്കുകളെ കൊണ്ടാവാം, കൈകളെ കൊണ്ടാവാം, എന്തുമാവാം. ഇത് നാക്കുകളെ കൊണ്ടുള്ള ആക്രമണങ്ങളാണ് ആകെ പടർന്ന് പന്തലിക്കുന്നത്. ഒരാൾ വേണ്ടാത്തത് നാക്കുകളെ കൊണ്ട് പറയുകയാണ്. അതും ഇനി സോഷ്യൽ മീഡിയയിലാവുമ്പോൾ ലോകമൊട്ടാകെ ഇത് പരക്കുകയാണ്. മറ്റത് ഒരുത്തൻ മാത്രം കേട്ടിരുന്നത്, പറയുന്നവൻ മാത്രം കേട്ടിരുന്നത്, ഇന്ന് ജനകോടികൾ അത് കേൾക്കുകയാണ്. ഈ ഒരവസ്ഥയിലേക്ക് ഞാൻ ഞാൻ അള്ളാന്റെ അടിമയിൽപ്പെട്ട അടിമയാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വരുത്തുന്ന വിനകളാണ്. അള്ളാഹ് എന്നോട് നിർബന്ധമായി നിസ്കരിക്കണമെന്ന് പറഞ്ഞു, ഞാനത് വീഴ്ച വരുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായി ആദരിക്കാൻ വേണ്ടി പറഞ്ഞ ആദരിക്കേണ്ടവയെ ഞാൻ അനാദരവ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തെറ്റുവരാനുള്ള കാരണമെന്ന് മറ്റു മുൻഗാമികളായ ആളുകൾ അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത്. നമ്മൾ നമ്മുടെ നഫ്സുകളോട് അക്രമം കാണിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല. മഹാന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരു 5 കാര്യം മഹാനായ പ്രവാചകൻ പറയാണ്, ഈ 5 കാര്യങ്ങൾ എന്നിൽ നിന്ന് ഒരാൾ സ്വീകരിച്ചാൽ എന്നിട്ട് അതുകൊണ്ട് അവൻ അമല് ചെയ്തു, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നത് ഒരാൾക്ക് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ. എന്നാൽ ഞാൻ എങ്ങനെ ചെയ്യാം? ആരെങ്കിലും എന്നെ തൊട്ട് ഇത് എടുക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, മഹാനായ പ്രവാചകന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് 5 കാര്യങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. 5 കാര്യങ്ങളൊന്നും ഇത്തഖിൽ മഹാരിം തകുൻ അൽബദന്നാസ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയാനും, ഈ കാര്യങ്ങൾ ഇത് വല്ല ആളുകളും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വല്ലാത്ത പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. ഏതാണ് 5 കാര്യങ്ങൾ? 1 അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ നീ നല്ലോണം ശ്രദ്ധിക്കണം, എന്നാൽ നീ ഭക്തനായി മാറും. അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് നീ ഇഷ്ടപ്പെടണം, എന്നാൽ നീ ഏറ്റവും നല്ല ഐശ്വര്യവാനാകും. 3-ാമതായി നീ നിന്റെ അയൽവാസിയോട് നീ അവന് വേണ്ടിയിട്ട് നീ നല്ലത് ചെയ്യണം. അയൽവാസിക്ക് നന്മ ചെയ്യണം. നീ അയൽവാസി എന്ന് പറഞ്ഞാൽ ആര് എന്നില്ല, എല്ലാവരും, ആർക്കും ജാതിയും മതവും ഒന്നുമില്ലാത്ത രീതിയിൽ അയൽവാസി ആരാണോ അവന് നീ നന്മ ചെയ്യണം. നീ മറ്റൊരാൾക്ക് നീ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്കും നീ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ നീ മുഅ്മിനാകും, മുസ്ലിമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാണ്. അവസാനം പറയുന്നത്, ചിരി നീ വല്ലാതെ കൂടുതലാക്കണ്ട. ചിരി വല്ലാതെ കൂടുതലായി പോയാൽ നിന്റെ ഹൃദയം മരിച്ചു പോകും. നിന്റെ ഹൃദയം മരിച്ചു പോയാൽ അത് പിന്നീട് നിന്റെ ഹൃദയത്തിലേക്ക് നന്മകൾ വരാൻ ഒരിക്കലും അത് ഇടമാവുകയില്ല. നന്മകൾ നിന്റെ മനസ്സിലേക്ക് വരില്ല, അത് മരിച്ചു പോകും. പിന്നെ വേണ്ട കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കൊടുക്കില്ല, നന്മയിലേക്കൊന്നും അത് ശ്രദ്ധ കൊടുക്കില്ല. ഉറങ്ങിപ്പോയാൽ പിന്നെ ശ്രദ്ധയുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിന്റെ കൽബ് ഏത് സന്ദർഭങ്ങളിലും ചിരി കൂടുതലായി കഴിഞ്ഞാൽ നിന്റെ കൽബ് മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഹാസ്യങ്ങളിലൂടെ ചിരി പകർത്തുന്നത്, അതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്, വേണ്ടതിനും വേണ്ടാത്തതിനും മുഴുവനും
പൊട്ടിച്ചിരിക്കുന്നത് നിന്റെ കൽബിന്റെ മരണത്തിന്റെ കാരണമാകും. അതിലേക്ക് പിന്നീട് നന്മകളൊന്നും വരാതെ പോകും. ഇതൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഈ റമളാന് അതിൽ വരെ വേണ്ടി അതിനെ സ്വീകരിക്കാൻ, അതിന്റെ പ്രഭ നമ്മുടെ മനസ്സാന്തരങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കാൻ, നമ്മുടെ മനസ്സിൽ പ്രഭാപൂരിതമാക്കാൻ നമ്മുടെ മനസ്സ് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ വരുമ്പോ, വിശിഷ്ടാതിഥി വരുമ്പോ വീടും പരിസരങ്ങളും വൃത്തിയാക്കുന്നത് പോലെ വിശിഷ്ടമായൊരു മതം, ഒരു മാസം, ഒരു സംസ്കാരം എന്ന് പറയാൻ പറ്റുന്ന റമളാൻ വരുമ്പോഴേക്കിന് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അത് ചെയ്യപ്പെടാനുള്ള തുടക്കമാണ് റജബ് എന്ന് പറയുന്നത്. ഈ റജബ് എന്ന് പറയുന്നത് അതിനുള്ള തുടക്കം കുറിക്കലാണ്. മനസ്സൊക്കെ ശരിയാക്കി വെക്കണം. 1 മാസമല്ല, 2 മാസം, 10-60 ദിവസം ഒരു റമളാനെ സ്വീകരിക്കാൻ മനസ്സിങ്ങനെ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കൽബുകളിലേക്ക് റമളാൻ വരുമ്പോൾ വല്ലാത്ത ആവേശമായിരിക്കും. അല്ലെങ്കിൽ ആവേശമൊന്നും ഉണ്ടാവില്ല. അവന്റെ മനസ്സിലേക്ക് ആ പ്രഭ വരില്ല. പ്രഭ വരുമ്പോഴാണ് ആവേശമുണ്ടാകുന്നത്. അവൻ ഈ മനസ്സിനെ ശുദ്ധീകരിക്കാത്ത മനസ്സിന്റെ ഉടമയാണെങ്കിൽ അതിലേക്ക് റമളാനിന്റെ വെളിച്ചം കയറില്ല. അതുകൊണ്ടാണ് ഈ റമളാനിന് വേണ്ടി ഒരുങ്ങാനുള്ള മാസമായ റജബിൽ നമ്മൾ ഈ കാണുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് ഒരു അമലുകളില്ലായെങ്കിലും നല്ലോണം നിസ്കരിക്കാനും നല്ലോണം നോമ്പ് നോക്കാനും ഒക്കെ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ വലാ മുസ്ലിമ, ഒരു മുസ്ലിം പെണ്ണ് ഒരു മുസ്ലിമാണ്, യസൂമു യൗമൻ മിൻ റജബ്, റജബിൽ നിന്നൊരു ദിവസം ഓർ നോമ്പ് നോക്കും, വയഖൂമു ലൈലത, ഈ റജബിന്റെ രാത്രി അവർ നിന്നുകൊണ്ട് നമസ്കരിക്കും, യുരീദു ബിഹാ വജ്ഹ അല്ലാഹ്, റജബല്ലേ, പുണ്യത്തിന്റെ മാസല്ലേ, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഈ മാസത്തിൽ ഒരാൾ നോമ്പ് നോക്കുമ്പോഴേ, റജബ് മാസത്തിൽ നോമ്പ് നോക്കുമ്പോഴേ, റജബ് മാസത്തിൽ ഇബാദത്തുകൾ ചെയ്യുമ്പോഴേ 1 വർഷത്തെ നോമ്പിന്റെ പുണ്യമാണ്, 1 വർഷം മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന്റെ പുണ്യമാണ്. ഹദീസ് ബലഹീനമാവാം, പക്ഷെ ഇബാദത്തിന്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് അതും സ്വീകാര്യമാണ്. ഒരു ഹദീസ് ബലഹീനമാകുന്നത് പച്ചക്കള്ളം പറയുന്നത് കൊണ്ടല്ല, അത് റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിക്കുന്നത് കൊണ്ടാണ്. പറഞ്ഞത് പക്ഷേ ശരിയാവാം, പക്ഷെ റിപ്പോർട്ട് ചെയ്ത ആളിൽ കൂട്ടത്തിന്റെ ഒരാൾ ഉള്ളത് കൊണ്ട് അതിന് ബലഹീനം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് തെളിവുകൾക്ക് പറ്റില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പുണ്യങ്ങൾ പറയാൻ യഥേഷ്ടം വിധം മതിയാകുന്നതാണ്. അതുകൊണ്ട് നോമ്പ് നോക്കാനും നമ്മൾ ശ്രമിക്കണം. ഈ റജബ് മാസം, ഇത് വരുന്ന ശഅബാൻ മാസം, ഇത് രണ്ടിലും നമ്മൾ തുടക്കം കുറിച്ചില്ലേ, റജബ് മാസം വന്നില്ലേ. തന്നെയുമല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റജബ് മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഇത് റസൂലുള്ള പറയുമായിരുന്നു. ഇത് ഇന്ന സമയത്ത് ഒന്നുമില്ല, നിസ്കാര ശേഷം എന്നൊന്നുമില്ല, ഇന്ന ശേഷം പുണ്യമാണോ എന്നുമില്ല. ഈ പ്രാർത്ഥന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. നിസ്കാര ശേഷമാവാം, അല്ലെങ്കിൽ മറ്റുള്ള സന്ദർഭങ്ങളിലാകാം. അല്ലാഹുമ്മ ബാരിക് ലനാ, പടച്ചോനെ ഞങ്ങളൊക്കെ റമളാനും വേണ്ടി ഞങ്ങളുടെ മനസ്സിങ്ങനെ ഞങ്ങളിങ്ങനെ സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറി വരാൻ, ഞങ്ങളെ കൽബിലേക്ക് റമളാനിന്റെ വെള്ളിപ്രഭ കടന്നു വരാൻ, നമ്മ മലീമസമായ ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങളിങ്ങനെ മാലിന്യം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 മാസം ഒരുങ്ങാൻ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ വിശുദ്ധമായ മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. ബാരികന ഫി റജബിൻ വശഅബാന, റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം, വശഅബാന, ശഅബാനിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത്. ഇതും അധികമാക്കാൻ നമ്മൾ ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. മഹാന്മാരായ ആളുകൾ അബൂദർദ റളിയല്ലാഹു അൻഹു പറയണം, അദ്ദേഹം പറഞ്ഞു, ലൗ തഅലമൂന മാ അൻതും ലാഖൂന ബഅദൽ മൗതി, മരണശേഷം നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്, എന്തൊക്കെയാണ് വരാനുള്ളത് ഇതൊക്കെ അറിയുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് ഭക്ഷിക്കാൻ പോലും നിനക്കൊണ്ട് കഴിയില്ല. അതിന്റെ മാധുര്യം തീർക്കുന്ന രീതിയിലുള്ള ഒരു പാനീയവും നിനക്ക് കുടിക്കാൻ കഴിയില്ല.
നിനക്ക് നിന്റെ വീട്ടിൽ അവിടെ തണലുണ്ടാവാം, എല്ലാം ഉണ്ടാവും, പക്ഷേ അതൊന്നും നിനക്ക് മതിയാവില്ല. നിനക്ക് വീട്ടിൽ നിനക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. പടച്ചോനെ, മരണശേഷം ഇതുണ്ടല്ലോ, ഞാൻ ഇന്നലെ നാളെ കിടക്കേണ്ടത് ഈ 6 അടി മണ്ണിലാണെന്നുള്ള ചിന്ത നിന്നെ പിടികൂടുമ്പോൾ നിന്റെ ഭക്ഷണത്തിന് എന്ത് രസമുണ്ട്? നിന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതിന് ശേഷം ഒരു കൊലച്ചോറ് നിനക്ക് തരും. അങ്ങനെ തരുമ്പഴി അത് ഭക്ഷിക്കും. നമ്മൾ തൂക്കിലേറ്റപ്പെടുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ഒരുപക്ഷെ നല്ല മധുരമുള്ള പാനീയമാവും, അല്ലെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണമാവാം. പക്ഷെ അതിൻ്റെ മധുരം അവത് ആസ്വദിക്കാൻ കഴിയില്ല. അവന്റെ ചിന്ത മുഴുവനും ഞാൻ തൂക്കിലേറ്റപ്പെടുകയാണ്, എൻ്റെ കുടുംബം, എൻ്റെ മാതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഒക്കെ ഞാൻ എനിക്ക് നഷ്ടപ്പെടുകയാണ് എന്നുള്ള ചിന്തയിൽ അവനവൻ്റെ ഭക്ഷണം അതവന് കഴിച്ചാൽ പോലും അത് ആസ്വദിക്കാൻ അവന് കഴിയില്ല. നല്ല പാനീയമാണെങ്കിൽ പോലും ഈ കൊലക്കയറിന്റെ മുമ്പ് കിട്ടുന്ന പാനീയം അത് കുടിക്കുമ്പോൾ അതവനെ ആസ്വദിക്കാൻ കഴിയില്ല. അവന് രാത്രി കിടക്കാൻ നല്ല AC റൂം കൊടുത്തു, നാളെ രാവിലെ അവൻ തൂക്കിലേറ്റപ്പെടുകയാണ്. പക്ഷേ അവന് അത് ആസ്വദിക്കാൻ കഴിയില്ല. അവന്റെ ചിന്ത നാളെ സംഭവിക്കുന്നതാണ് എന്നതുപോലെ അബൂഹുറൈറ പറയാം, നാളെ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ട് മഹാന്മാരൊക്കെ ഓടി നടന്നത് ഭ്രാന്തന്മാരെ പോലെ ഓടി നടന്നത്. അവർക്ക് ഭക്ഷണമല്ല, ഒന്നുമില്ല, ഒരു സ്ഥലത്ത് ഒരു ഒഴുങ്ങിയിരിക്കൂല. കാടുകളിലും മലകളിലും കുന്നുകളിലും പോയത് ഇത് പേടിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളൊക്കെ അട്ടഹാസിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നല്ല സുന്ദരമായ പാനീയങ്ങൾ, സൗന്ദര്യമുള്ള സുന്ദരമായ ഭക്ഷണങ്ങളൊക്കെ, നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കിട്ടുമ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവും. അത് നമുക്ക് ചിന്തയില്ലാത്തത് കൊണ്ടാണ് എന്ന് മഹാന്മാരെ പറയാം. ഖിയാമത്ത് നാളന്ന് എന്നോട് ചോദിക്കും, യാ ബദർ ഖദ് അലിംത ഫകൈഫ അമിൽത ഫീമാ അമിൽ. നിനക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് എന്തേ നീ അറിഞ്ഞതനുസരിച്ച് എന്താ നീ ചെയ്തത് എന്നുള്ള ചോദ്യം പടച്ചവന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? ഖദ് അലിംത, നീ എല്ലാം പഠിച്ചു. ഫകൈഫ അമിൽത, എന്തേ നീ അത് കേട്ടിട്ട് പഠിച്ചിട്ട് എന്തേ നീ ചെയ്തത്? ഫീമാ അലിം, നീ അറിഞ്ഞതനുസരിച്ച് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വലിയതാണ്.